ആ എന്തായി? ആണോ? വിസയും ടിക്കറ്റ് ഒന്നും ശരിയായില്ല? ആണല്ലേ? എന്തായാലും ഒന്ന് സ്പീഡാക്കി കേട്ടോ. ആ ശരി. എന്തായി മോളെ, വിസ കിട്ടിയോ? അമ്മ ഇല്ല, 2 ആഴ്ച കൊണ്ട് റെഡിയാക്കാന്നാ പറഞ്ഞ. അപ്പക്കാവട്ടെ. എന്നാ അതപ്പക്കാവട്ടെ. ഈ എന്തായാലേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. എനിക്കിപ്പോൾ അതൊന്നല്ല. ഞാൻ പോയാൽ ഉമ്മ എങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുക? ആ അതാണ് ഇപ്പം വലിയ കാര്യം. അതിനൊക്കെ എന്തൊക്കെ വഴികളുണ്ട് ഇവിടെ? എന്ത് വഴിയുണ്ട് ഉമ്മ? ഞാൻ ഇവിടെ എന്തെങ്കിലും പണി നോക്കിയാലോ? ഇതപ്പം നല്ല കാര്യം. ഇവിടെ നിന്നാൽ എന്ത് കിട്ടാനാ മോളെ നമ്മക്കിപ്പോൾ? ഇവിടെ നിന്നിട്ടിപ്പോൾ എന്താ ആവുക അതിനെ കൊണ്ടൊക്കെ? എനിക്കിപ്പോൾ ഗൾഫിൽ പോയി നിൽക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിട്ടൊന്നല്ലോ. പക്ഷെ ഞാൻ പഠിച്ച നേഴ്സിങ്ങിന് പുറത്ത് പോയാൽ എന്തെങ്കിലും സാലറി ഒക്കെ കൂടുതൽ കിട്ടും. ഇവിടെ നിന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കിട്ടി. അതുകൊണ്ട് നമ്മളിതൊന്നും ആവില്ല. അതാണ് ഞാനും പറഞ്ഞത്. ഈ അതൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട, ഈ പോവാൻ നോക്ക്. ഞാൻ മാമൻ്റെ വീട്ടിൽ നിന്നോളൂ. ആ നല്ല ആൾക്കാരെ പുരയില പോയി നിൽക്കാന്ന് പറയുന്നത് ഒരു നമ്മളെന്ന് പറഞ്ഞാൽ തന്നെ ദേഷ്യ. പിന്നെ ഇപ്പം അവിടെ പോയി നിൽക്കാൻ നിൽക്കുന്ന ഞങ്ങൾ. അതിനിപ്പോൾ സ്ഥിരമായിട്ടൊന്നല്ലല്ലോ മോളെ. രാത്രി ഒന്ന് കിടക്കാൻ അത്രേ വേണ്ടുള്ളൂ. ഈ അതൊന്നും നോക്കണ്ട. എൻ്റെ ഉപ്പ സഹായിച്ചത് കൊണ്ടാണ് ഓർക്കിപ്പോൾ ആ വീടും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ആ നന്ദി എന്തായാലും ഓർക്കുണ്ടാവും. ആ നല്ല നന്ദിയാ. എന്നിട്ടാണല്ലേ ഓരോ പുരയിൽ കൂടെ നമ്മളെ മാത്രം വിളിക്കാണ്ടിരുന്നത്. അത് പിന്നെ നിങ്ങൾ വല്ലാണ്ട് ഉരുണ്ട് കളിക്കണ്ട. നിങ്ങൾ അവിടേക്ക് പോകാന്ന് പറഞ്ഞാലേ ഓർക്കതൊക്കെ വലിയ ദേഷ്യമായിരിക്കും. ഈ ഇപ്പം വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. അതൊക്കെ ഇപ്പം കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അത് നോക്കിക്കാണോ ഈ ഇപ്പോൾ? അതൊക്കെ പണ്ടത്തെ എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതല്ലേ. ഇപ്പം അതൊന്നുമില്ലേ. ആ നോക്കാം എന്തായാലും. ഈ ഇപ്പോഴേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്ക് എന്തൊക്കെയോ വാങ്ങാനൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് പോയിട്ട് ചെയ്യാൻ നോക്ക്. ഞാൻ എന്തായാലും പോയിട്ട് കുറച്ച് ചോറൊക്കെ ഉണ്ടാക്കട്ടെ. നല്ല ആളായി പറഞ്ഞിട്ട് വേണം. ഞാനും കൂടെ അമ്മായി ഉണ്ടാത്തതിന് കരഞ്ഞു കൊടുത്തിരുന്ന ആളാ പോയി പറയുന്നത്. ആരുമില്ലേ ഇവിടെ? ഇതെന്താ വാതിലൊക്കെ തുറന്നിട്ട് ആരുമില്ല ഇവിടെ? കള്ളന്മാർ കയറൂല ഇവിടെയൊക്കെ. ഇപ്പം ഇവിടെ കാര് കയറാനായി കള്ളം കയറാൻ എന്ത് കൂടുന്നത്? റുസിയാ, ഒരു ചൂടാണ് പത്തേ. ആരുമില്ലേ ഇവിടെ? ആ ആ അമ്മായി നിങ്ങളാ? കേറി. ആ ഞാൻ തന്നെ. ഒരു ചൂടാണ് എങ്ങനെ ഇവിടെ ഇരിക്കണേ. മോളെ ഇതാ അമ്മായി വന്നിക്കണേ. ആ ആ അമ്മായിയോ, എന്തൊക്കെയാ വിശേഷം? എന്തൊരു ചൂടാണ്. ആ ഈ ഉണ്ടേനെ ഇവിടെ. ആ എന്നെ കാണാൻ തന്നെ വന്നേ. ഒരു ചൂടാ. ഫുള്ള് എ സി അല്ലേ, അതിൻ്റെ ചൂട് എന്താണെന്ന് അറിയില്ലേനു. ഇവിടെ ആണെങ്കിൽ എന്തൊടുക്കുന്നുണ്ട്, എന്തോ ഒരു ചൂടാണ്. ആ ഞങ്ങൾക്ക് വെള്ളം എടുക്കട്ടെ? വേണ്ട, ഞാൻ അങ്ങനെ കണ്ടേ എൻ്റെ വർത്താനം പറയാൻ വന്നതാണ്. എന്താ താത്ത? അല്ല ഓള് ഗൾഫ് പോകുകയെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരോട് ആലോചിച്ചിട്ടപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തേ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ. നമ്മളെ വാപ്പ പോയപ്പോൾ കുറേ കട ഉണ്ടാക്കി വെച്ചിട്ടല്ലേ പോയി. ആ അത് ഓൻ്റെ പിടിപ്പുകേട്. ഉള്ളത് കൊണ്ട് ജീവിക്കാൻ നോക്കണേ, ഇല്ലെങ്കിലേ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. മോളെ ഉപ്പേ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച കടങ്ങളല്ലേ ഒക്കെ ബാക്കിയുള്ളവർക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചതാ ഈ കടങ്ങളൊക്കെ. മൂപ്പരെ കയ്യിലൊന്നുമില്ലെങ്കിലും ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോൾ ആരാൻ്റെന്നും അവിടുന്നും ഇവിടുന്നൊക്കെ കടം വാങ്ങിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടത്തി കൊടുത്തു. ഇപ്പം കടം കയറി വയ്യാതാരായപ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല.
ആ അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ വല്ല തുണിക്കടയിലോ അല്ലെങ്കിൽ ഇവിടെ വല്ല ഫാൻസിയിലോ അല്ലെങ്കിൽ പോട്ടെ ഇവിടെ എവിടെയെങ്കിലും ചെറിയൊരു ആശുപത്രിയിലൊക്കെ നിന്നാ പോരെ. ഇവിടെ നിന്നാൽ പൈസ ഒന്നും കിട്ടൂല താത്ത. ഓള് പഠിച്ച നഴ്സിങ്ങിനൊക്കെ അവിടെ പുറത്ത് പോയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ശമ്പളം കൂട്ടി കിട്ടുള്ളൂ. ഇവിടെയൊക്കെ എന്താ കിട്ടും? ഒന്നും കിട്ടാൻ കൊണ്ട് ഞങ്ങളെ കടങ്ങളൊന്നും എവിടെ എത്തൂല്ല. അല്ല ഓള് പോയാ ഇപ്പൊ ഈ എന്താക്കുക? ഈ എവിടെ നിൽക്കുക? ഈ ഇവിടെ ഒറ്റക്ക് നിൽക്കും അപ്പോ? ആ അത് ഞാനേ അവിടേക്ക് വരാന്ന് വെച്ച് രാത്രി മാത്രം കിടക്കാന് അങ്ങോട്ട് വരാന്നാ കരുതി. ആ അത് പറയാനാ ഞാൻ വന്നേ. കാക്കാക്ക് നടക്കാൻ വയ്യല്ലോ, അതുകൊണ്ട് ഇന്നെ പറഞ്ഞയച്ചതാ. എന്താ താത്ത? ഞങ്ങളെ ഈ മാസം ലാസ്റ്റേ പിന്നെ മോൻ്റെ അടുത്തേക്ക് പോവാണ്. റിസവാൻ ഒരേ വിളി അങ്ങോട്ട് വായോ വായോ എന്നും പറഞ്ഞു. മൂപ്പര് പറഞ്ഞതാ പോണില്ല, പക്ഷെ ഓനാണ്ട് കേക്കണ്ടേ. എനിക്കാണെങ്കിൽ അത്രയും താല്പര്യമില്ല കേട്ടോ. വലിയൊരു പുര നാശാകൂലേ, ഫുള്ള് ഏസിയും കാര്യങ്ങളൊക്കെ ഉള്ളതാ. പിന്നെ പോയി വരുമ്പോഴത്തേക്ക് പൊടിയൊക്കെ പിടിച്ചു ആകെ അങ്ങോട്ട് നാശാവും. വലിയ പുരയല്ലേ. അപ്പോൾ പിന്നെ കാക്കാൻ്റെ പണിയോ? അതൊന്നും ഇപ്പൊ നോക്കണില്ല. ഇപ്പൊ നോക്കി എന്നാലും പോക്കാണ്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അതിന് മാത്രം സ്വത്തും പൈസ ഒക്കെ ഉണ്ടല്ലോ, പിന്നെ മക്കൾക്കും ഇല്ലേ. അപ്പൊ പിന്നെ കടയിൽ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ആ എന്നാ പിന്നെ പോയിട്ട് വരിങ്ങള്. ചൂടാണോ? എന്നാ പോകാൻ നോക്കട്ടെ. പിന്നെ ഈ അത്ര ദൂരം ഒന്നും പോകാൻ നോക്കണ്ട. ഇവിടെ എന്തെങ്കിലും പണി ഉണ്ടോ നോക്ക്, എന്നിട്ട് അതിനേറ്റ പോവാൻ നോക്ക്. ഞാൻ പോകാണ്ട് പിന്നെ ഞങ്ങളെ കുടുംബം ആരും നോക്കാനാ? ഇപ്പൊ ഉണ്ടായിനപ്പോ എല്ലാവരും ഉണ്ടായിരുന്നു, ഇപ്പൊ പോയപ്പോ ഇപ്പൊ ആരും ഇല്ലേനു. അതെന്തേലും ആവട്ടെ, ഞാനേ പോവാണ്. ഇവിടെ എന്തൊരു ചൂടാണ്, ചൂടാണ്. റസിയ എന്നാ ശരി, ഞാൻ പോവാട്ടോ. കാര്യങ്ങളൊക്കെ നോക്കിയാൽ കണ്ടും ചെയ്തോണ്ടി. ശരി ആത്താ. ആ അമ്മായി, എന്നാ അമ്മായി പോയിക്കോളെ. അപ്പൊ എന്തമ്മ, നിങ്ങൾ ഇനി മാമന്റെ വീട്ടിൽ നിൽക്കൂലേ? അത് പിന്നെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ അപ്പളേ പറഞ്ഞല്ലേ നിങ്ങളോട്, ഓർക്ക് നമ്മളെ വലിയ കാര്യമൊന്നുമില്ലാന്ന്. ഞാൻ ഇത്രക്ക് വിചാരിച്ചില്ല മോളെ. ഇപ്പല്ലേ ഓർക്ക് ആ വീടെടുത്താക്കി കൊടുത്തേ, ആ നന്ദിയെങ്കിലും ഓർക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ച്. ഉമ്മ അതൊക്കെ നിങ്ങളെ തോന്നല. പൈസ ഉണ്ടായിനപ്പോഴേ ഓർക്ക് നമ്മളെ വേണേന്, പൈസ ഇല്ലാത്തപ്പോ ഓർക്ക് നമ്മളെ വേണ്ട. ഞാൻ ഗൾഫിൽ പോയാലേ നമ്മൾ രക്ഷപ്പെടും, നമ്മളെ കടങ്ങളൊക്കെ തരും. അപ്പൊ നമ്മൾ ഓരേക്കാ വലുതായാലൊന്ന് പേടിച്ചിട്ടാ ഓരിപ്പ വന്നത്. അല്ലാണ്ടപ്പോ നല്ല ആളെ ഇതുവരെ നമ്മളെ പുരയൊക്കൊന്ന് തിരിഞ്ഞു നോക്കാത്ത ആളപ്പം അങ്ങോട്ട് കയറി വന്നിക്കണേ. സാരല്ല മോളെ, നമുക്കിപ്പോൾ എല്ലാവരും മനസ്സിലാക്കാൻ പറ്റി, അതന്നെ വലിയ കാര്യം.